ഡിയർ സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ്. നിങ്ങൾക്കറിയാം, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് ക്യാരിങ് കപ്പാസിറ്റി എന്ന് പറയുന്ന ഒരു ടോപ്പിക് ആയിരുന്നു. നമുക്കറിയാം, ക്യാരിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് എൻവയോൺമെന്റിന്റെ എക്കോളജിയുടെ വളരെ സിഗ്നിഫിക്കന്റ് ആയ ഒരു പാർട്ടാണ്. നമ്മളൊരു MSc പെർസ്പെക്റ്റീവിൽ ക്യാരിങ് കപ്പാസിറ്റി വളരെ ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യേണ്ടതുണ്ട്. ഓൾറെഡി ഞാൻ പറഞ്ഞു എന്താണ് ക്യാരിങ് കപ്പാസിറ്റി എന്നുള്ളത് ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ജനറലി ക്യാരിങ് കപ്പാസിറ്റി reflects the ability of bearing or containing something in maximum continuously. അതായത് കണ്ടിന്യൂസ് ആയിട്ട് എൻവയോൺമെന്റിനെ പ്രഷർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് ക്യാരിങ് കപ്പാസിറ്റി എന്താന്ന് പറയാൻ പറ്റൂ. Then therefore carrying capacity of an environment with regard to a biological species is the maximum population size of the species that the environment can sustain indefinitely, given the food, habitat, water and other necessities available in the environment. അപ്പോൾ ഒരു എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളെയും സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാൻ കഴിയുന്ന ഒരു എൻവയോൺമെന്റിന്റെ അവസ്ഥയാണ് യഥാർത്ഥത്തിൽ ക്യാരിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇൻ പോപ്പുലേഷൻ ബയോളജി, നമ്മളിവിടെ പോപ്പുലേഷൻ എക്കോളജിയിൽ ഡിസ്കസ് ചെയ്യപ്പെടുമ്പോൾ ക്യാരിങ് കപ്പാസിറ്റിക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്താണത്? Carrying capacity is the environment maximal load which is different from the concept of population equilibrium. With regard to the human population, more complex variables such as sanitation and medical care are sometimes considered as part of the necessary establishment. ഇല്ലേ, നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നമ്മളിപ്പോഴത്തെ സൊസൈറ്റിയിൽ പാൻഡമിക് വന്ന സമയത്ത് സാനിറ്റൈസേഷൻ മാക്സിമം ചെയ്യെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെയുള്ള ആളുകളെ മാക്സിമം ക്യാരിങ് ചെയ്യാൻ എക്കോസിസ്റ്റത്തിന് പറ്റും. അല്ലെങ്കിൽ നമ്മൾ ക്യാരിങ് കപ്പാസിറ്റി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പ്രോപ്പർ ആയിട്ട് നമ്മൾ സാനിറ്റൈസേഷൻ ചെയ്യണം. പ്രോപ്പർ ആയിട്ട് നമ്മൾ കെയർ ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ എൻവിറോൺമെന്റിനെ നമ്മളെ ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. ആസ് പോപ്പുലേഷൻ ഡെൻസിറ്റി ഇൻക്രീസസ്, പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടുമ്പോൾ ബർത്ത് റേറ്റ് ഓഫൻ ഡിക്രീസസ് ആൻഡ് ഡെത്ത് റേറ്റ് ടിപ്പിക്കലി ഇൻക്രീസസ്. ഓക്കെ, അപ്പൊ എന്ത് സമയം? ബർത്ത് റേറ്റ് ഓഫൻ ഡിഗ്രീസ്, സ്വാഭാവികമായിട്ടും ബർത്ത് റേറ്റ് ഡിഗ്രീസ് ചെയ്യും. ആൻഡ് ഡെത്ത് റേറ്റ് ടിപ്പിക്കലി ഇൻക്രീസ്, സ്വാഭാവികമായിട്ടും അതിന് ആനുപാതികമായിട്ട് ഡെത്ത് റേറ്റ് കൂടുകയും ചെയ്യും. The difference between the birth rate and the death rate is the natural increase. The carrying capacity could support positive natural increase or could require a negative natural increase. ഞാനത് ഡീറ്റെയിലേക്ക് ഒന്നും പോകുന്നില്ല. carrying capacity എന്ന് പറയുന്നത് ഒരു MSc പെർസ്പെക്റ്റീവിൽ we have to explain in detail because this concept is very important as far as the sustenance of ecosystem. എക്കോസിസ്റ്റത്തിന്റെ നിലനിൽപ്പിന് carrying capacity വളരെ അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് തന്നെ we had to discuss the topic in detail. Now, carrying capacity is the number of individual an environment can support without significant negative impact to the given organism in the environment. Carrying capacity എന്ന് പറയുന്നത് it is a number of individuals an environment can support without significant negative impact to the given organism and the environment. Below carrying capacity, population typically increase, while above they typically decrease. A factor that keep population size at equilibrium is known as regulating factor. What is actually a regulating factor? A factor that keep population size at equilibrium is known as regulating factor. Population size decreases above carrying capacity due to range of factors depending on the species concerned, but can include insufficient space, food supply or sunlight. The carrying capacity of an environment may vary for different species and many change over time. That is another important. ഞാൻ significant ആയ കാര്യം മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. ബാക്കി കാര്യങ്ങൾ നിങ്ങൾ അതിൽ തന്നെ അണ്ടർസ്റ്റുഡ് ആയി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാതിരിക്കുന്നതാണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? The carrying capacity of an environment may vary for different species and may change over time due to the variety of factors including food availability, water supply, environmental conditions and living spaces. All these factors are essential for the normal carrying capacity of an organism of the environment. Okay, വളരെ ഞാനിത് നിങ്ങൾക്ക് പരീക്ഷ കൂടി എഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരു നോട്ട് ആക്കിയിട്ടാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കാരണം നിങ്ങൾ വേറെ ഇത് റെഫർ ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചിലപ്പോൾ 3 മാർക്സിന് ചോദിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളോടും പറയാം. Several estimates of the carrying capacity have been made with a wide range of population numbers. UN report, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള യുണൈറ്റഡ് നേഷന്റെ റിപ്പോർട്ട് ഉണ്ട്. എന്താണ്?
2/3 of the estimates fall in the range of 4 billion to 16 billion with unspecified standard errors with a median of about 10 billions. More recent estimates are much lower, particularly if resources depletion and increased consumption are considered. The application of the concept of carrying capacity for the human population has been criticized for not successfully capturing the multi-layered process between humans and the environment, which have a nature of fluidity and non-equilibrium, and for some time being employed in blame the victim framework. Supporters of the concept argue that the idea of finite carrying capacity is just as valid when applied to humans as when applied to any other species. Animal population size, living standards, and resource depletion vary, but the concept of carrying capacity still applies. Waste and overconsumption, especially by wealthy people and nations, is putting more strain on the environment than overpopulation. ഞാനിത് അതേപോലെ തന്നെ പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ UN ഏറ്റവും പ്രധാനമായിട്ടും കാര്യം UN ആണ് എല്ലാ സമയത്തും എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ അഭിപ്രായം പറയാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഭിപ്രായം UN പറഞ്ഞ എന്താന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് കാരിങ് കപ്പാസിറ്റി ഡിഫൈൻ ചെയ്യണമെങ്കിൽ അവിടെ ഇൻവോൾവ് ചെയ്യുന്ന എല്ലാ ആൾക്കാരുടെയും സൈസ്, അതേപോലെ സ്റ്റാൻഡേർഡ് ആൻഡ് റിസോഴ്സ് ഡിപ്ലേഷൻ ഇതെല്ലാം മുഴുവൻ സമയവും പഠിച്ചുകൊണ്ടിരിക്കണം. എങ്കിൽ മാത്രമേ ആ പ്രദേശത്തിന് കാരിങ് കപ്പാസിറ്റി ഉണ്ടോ ഇല്ലേ എന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും. സോ ദിസ് ഈസ് ദ കൺസെപ്റ്റ് ഓഫ് carrying capacity based on UN standard. This is the most important graphical representation of carrying capacity. See, this is the population size and this is time. Look at the graph line is equal to population size at a specific time, dotted time, some carrying capacity. This is maximum level. This is maximum or environment. Environment in a maximum capacity. Population കൂടുന്നതനുസരിച്ച് ഇതിന്റെ ലെവലിൽ താഴോട്ട് പോയി അവസാനം പിന്നീട് ഇത് ആരെയും ഉൾക്കൊള്ളാൻ കഴിയാതെ എൻവയോൺമെന്റ് തന്നെ ഇപ്പൊ നമ്മൾ ഭൂകമ്പം വരുമ്പോലെ പ്രളയം വരുമ്പോലെ തന്നെ ഒരു കൺട്രോളിലേക്ക് പോകും. സോ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ലെവല് കഴിഞ്ഞാൽ എൻവയോൺമെന്റിന് അതിന്റെ കപ്പാസിറ്റി നഷ്ടപ്പെടും. ഓക്കെ, ഒരു ഗ്രാഫ് കൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. When a population is below its carrying capacity, it will increase in size. Birth rate exceeds death rates decrease, right? Death rate. Okay, കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തില്ല. എനിവേ ഒരു നോട്ട് ഉണ്ടാവണം എന്താണ് carrying capacity. Okay, in short we can say that in the nutshell carrying capacity can also have a broader meaning. എന്താണത്? It can be defined as the number of living things, plants and animals any area of land or water can support at one time. Different organisms will have different carrying capacities in the same area. Thus, the carrying capacity of an ecosystem affects everything that live in it. അപ്പോൾ carrying capacity വെച്ചാൽ ഒരു ഓർഗാനിസത്തിന് ആ പ്രദേശത്തെ മുഴുവൻ കാര്യങ്ങളും ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ that concept is called carrying capacity. So remember this point. ഇനി നമുക്ക് പറയാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. that is called population interaction or ecological interactions. നമുക്ക് പലതരത്തിലുള്ള ഇന്ററാക്ഷൻസ് പറയാറുണ്ട്, ബട്ട് എല്ലാ ഇന്ററാക്ഷൻ കൂടി ഒരൊറ്റ നട്ട്ഷെല്ലിലേക്ക് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക് കൂടിയാണ്. ദിസ് ഇസ് ദ ലാസ്റ്റ് ടോപ്പിക് ദാറ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ്. See, competition. What is actually competition? It is an interaction. Two or more species compete for a resource that is in short supply. അല്ലെ, ഒരു എല്ലിൻ കഷ്ണത്തിന് വേണ്ടി രണ്ട് ഓർഗാനിസം കോമ്പീറ്റ് ചെയ്യുന്നത്, that is called competition. Predation, അവിടെ ഒരാൾക്ക് പ്ലസ് ഉണ്ട് മറ്റേ ആൾക്ക് മൈനസ് ആണ്. One species, the predator kill and eat the other. That is a prey. That is another important interaction. Herbivory. An herbivore eats part of a plant or algae. Individual of two or more species live in close contact with one another. That is symbiosis. Parasitism. The parasite derives its nourishment from a second organism, its host, which is harmed. Mutualism. Both species benefit from the interaction. Commensalism. One species benefit from the interaction while other species is unaffected by it. Then facilitation. A species has positive effects on other species without intimate contact.
all these are some of the important type of interaction. നമ്മൾ 5ാം ക്ലാസ് തൊട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക്കാണ് ഇന്ററാക്ഷൻ എന്ന് പറയുന്നത്. ബട്ട് ഈ ഇന്ററാക്ഷൻ എക്കോസിസ്റ്റത്തിൽ ഏത് രീതിയിലാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? That we have to see. എത്ര ടൈപ്പ് ഇന്ററാക്ഷൻ ഉണ്ട് നമ്മൾ പറഞ്ഞത് നോക്കൂ. ഇത്രയും ടൈപ്പ് ഇന്ററാക്ഷൻസ് ഉണ്ട്. The most popular interactions are 9. They are neutralism, direct interference, resource type competition, commensalism, parasitism, predation, proto-cooperation and mutualism. These are some of the most important type of interactions. Classification of interactions. എന്തൊക്കെ ടൈപ്പ് ക്ലാസ്സസ് ആണുള്ളത്? നെഗറ്റീവ് ഇന്ററാക്ഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ് നെഗറ്റീവ് ഇന്ററാക്ഷൻസ്? ന്യൂട്രലിസം, ഡയറക്റ്റ് ഇന്റർഫറൻസ്, competitions for resource, commensalism, parasitism and predation. These are some of the most important negative interactions. Then positive interactions, commensalism, proto-cooperation and mutualism. These are the positive interactions. എന്താണ് interactions? Type of interactions, പലതരത്തിലുള്ള interaction നമ്മൾ പറഞ്ഞു. ഇനി ഇപ്പോൾ നമ്മൾ പറഞ്ഞു പോസിറ്റീവ് ഇന്ററാക്ഷൻ. എന്താണ് പോസിറ്റീവ് ഇന്ററാക്ഷൻ? ബയോളജിക്കൽ ഇന്ററാക്ഷൻ ആണ് അത്. പോസിറ്റീവ് ഇന്ററാക്ഷൻസ്, നെഗറ്റീവ് ഇന്ററാക്ഷൻസ് ഒന്ന് സമ്മപ്പ് ചെയ്യാണ്. പോസിറ്റീവ് ഇന്ററാക്ഷൻസ് എന്തൊക്കെയാണ്? മ്യൂച്വലിസം, കമ്മൻസാലിസം ആൻഡ് പ്രോട്ടോ-കോപ്പറേഷൻ. നെഗറ്റീവ് ഇന്ററാക്ഷൻസ് അമ്മൻസാലിസം, പാരസൈറ്റിസം, പ്രെഡേഷൻ, then cannibalism and competition. These are the positive and negative interactions. Okay, ചിലത് വളരെ പ്രധാനമായിട്ട് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു പോവാം. വാട്ട് ഈസ് ന്യൂട്രലിസം? Neutralism describes the relationship between two species that interact but do not affect each other. രണ്ടും interact ചെയ്യും, there is no harmful effects. There is no interactions that interact but do not affect each other. ഒരിക്കലും രണ്ടു കൂട്ടർക്കും പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കുന്നില്ല. Neither of the population is affected by interaction with each other. Example, rabbits, deer, frogs live together in the grassland with no interaction between them. അവർ നമ്മൾ യാതൊരു ബന്ധവുമില്ല, പക്ഷെ ഒരു സ്ഥലത്ത് തന്നെയാണ് അവർ ജീവിക്കുന്നത്. ദാറ്റ് ഇസ് കോൾഡ് ന്യൂട്രലിസം. ന്യൂട്രൽ ആണ്. ന്യൂട്രൽ ഇന്ററാക്ഷൻ എഫക്ട് എ സ്പീഷീസ് എ. ന്യൂട്രലിസം n nil, there is no interaction. Effect on species B nil. Nature of interaction, none of the species are benefited or harmed. യാതൊരു തരത്തിലുള്ള ഉപകാരവും ഉപദ്രവവും തമ്മിലില്ലാത്ത തരത്തിലുള്ള ഇന്ററാക്ഷനെയാണ് ന്യൂട്രലിസം എന്ന് പറയുന്നത്. Then direct interaction. What is actually the direct interaction? Competition, direct interference type is the type of interactions where both population actively inhibit each other. Occurs directly between individuals via aggression, etc. When the individuals interfere with the foraging, survival, reproduction of others. Example seen between the and Navamosis corolli and red harvest ants, where the former interferes with the ability of a latter to forage by plugging the entrance to their columns with the small rocks. വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾസ് ആണ്. ഞാനത് ഫുൾ വായിച്ചത് നിങ്ങൾ നോക്കണ്ട. ഒന്നുമില്ല, ഡയറക്റ്റ് ആയിട്ട് ഇന്റർഫിയർ ചെയ്യാണ്. ഡയറക്റ്റ് ആയിട്ട് ഇന്റർഫിയർ ചെയ്യും. ദാറ്റ് ഈസ് അനദർ ഇമ്പോർട്ടന്റ് ടൈപ്പ് ഓഫ് ഇന്ററാക്ഷൻ ദാറ്റ് വി ആർ നോട്ട് അറ്റ് ഓൾ described in the last period of your degree or plus 2 classes. Then resource type interactions. Competition is an interaction between organism or species in which both the species are harmed. ഓക്കെ, അങ്ങനെയുള്ള ഞാൻ ഡീറ്റെയിലേക്ക് ഒന്നും പോകുന്നില്ല, ജസ്റ്റ് നിങ്ങൾക്ക് വായിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞു പോവാം. Then ammensalism. It is an antagonistic interspecific interaction in which one species is inhibited while other species is neither benefited or no harmed. It is also called antibiosis, and the affected species is called amensal, and the affecting species are called inhibitor. അതൊക്കെ പുതിയ ടെർമിനോളജിയാണ്, നിർബന്ധമായി നിങ്ങൾ ഓർത്ത് വെക്കേണ്ടതുണ്ട്. എക്സാമ്പിൾ, roots of certain plants produce allochemic substance which check the growth of other plants to conserve resource, such as Convolvulus arvenis, a weed inhibit the germination and growth of wheat. So these are some of the most important type of interactions. വളരെ പ്രധാനപ്പെട്ടത് മാത്രമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ബാക്കിയുള്ള നമുക്ക് നെക്സ്റ്റ് സമയം പറയാം. Then parasitism, you know what is actually parasitism? Okay. Then predation, already നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്താണ്, ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് മാത്രമേ ഉള്ളൂ.